എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ടോക്കൺ ഫീ പേയ്മെന്റ് സെപ്റ്റംബർ 13 വൈകുന്നേരം 5 മണി വരെയും അതുപോലെ തന്നെ 1, 2, 3 അലോട്ട്മെന്റുകളിൽ ഏറ്റവും അവസാനം ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് സെപ്റ്റംബർ 20 വൈകുന്നേരം 3 മണി വരെയുമാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഏതൊക്കെ ഫോമുകളാണ് വേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോ വഴി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെന്റ് ഈ ഒരു 20 നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരുമായിട്ടൊക്കെ ആലോചിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. കാരണം അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുള്ളത് പ്രത്യേകിച്ച് ഉറപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം ചില കോളേജിൽ ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയിട്ടുണ്ടാവില്ല, ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ താല്പര്യം എന്താണ് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി എത്ര രൂപയാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, ഏതൊക്കെ ഫോമുകളാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് വേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നമുക്ക് ഫീ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഫീ ഡീറ്റെയിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അഡ്മിഷൻ സമയത്ത് ഈ ഒരു ട്യൂഷൻ ഫീനത്തിൽ പ്രത്യേകിച്ച് ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് ആകെ വരുന്ന ഫീസ് PTA ഫണ്ട്, അതുപോലെ തന്നെ ഈ ഒരു യൂണിഫോം, ബുക്ക്, ഹോസ്റ്റൽ ഫീസ് ഇതുപോലുള്ള ഫീസുകൾ മാത്രമാണ്. അത് നിങ്ങൾ ജസ്റ്റ് കോളേജിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് പറഞ്ഞു തരുന്നതാണ്. അത് മാക്സിമം ഒരു 10,000 രൂപയ്ക്കുള്ളിലാണ് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു ഫീസുകളിൽ ചില ഫീസുകളൊക്കെ അതായത് ഹോസ്റ്റലൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീസ് കുറവായിരിക്കും. അപ്പോൾ അതായത് SC/ST OBC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു രീതിയിൽ ഫീസ് ആനുകൂല്യം ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾ കോളേജിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം, അതുപോലെ ഫീസ് എത്രയാണ് കൊണ്ടുവരേണ്ടത്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചില ഗവൺമെൻറ് കോളേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹോസ്റ്റൽ സൗകര്യം കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ പുറത്ത് പെയിൻ ഗസ്റ്റ് ആയിട്ട്, അതായത് പൈസ കൊടുത്ത് താമസിക്കുന്നതിനാണ് പെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ താമസിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പുറത്ത് ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ അങ്ങനെ താമസിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് ഏകദേശം ഒരു 90,000 രൂപയ്ക്കടുത്ത് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1,00,000 രൂപ വരെയൊക്കെ ഈ ഒരു ഹോസ്റ്റൽ ഫീസൊക്കെ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കോളേജിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് എത്ര രൂപയാണ് അടയ്ക്കേണ്ടത്, നിങ്ങൾ ഇന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ, സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയതെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. കാരണം എല്ലാ കോളേജിലും ഫീ ഡീറ്റെയിൽസ് സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കോളേജിൽ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ്, അതായത് ഈ ഒരു അഡ്മിഷൻ്റെ, അതായത് ഈ ഒരു ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീസ് ഇങ്ങനെയുള്ള ആ ഒരു ഫീസ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് തന്നെ അടയ്ക്കേണ്ടതായിട്ട്, മുഴുവൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഗഡുക്കളായിട്ട് അടക്കാനായിട്ടുള്ള അവസരം കൊടുക്കാറില്ല കോളേജുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ആ ഒരു കോളേജിൽ നിന്നും എത്ര രൂപയാണ് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടി വരിക എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ആ ഒരു ഫീസ് എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ്, അതായത് നോ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് NOC സർട്ടിഫിക്കറ്റിൻ്റെ പൂർണ്ണ രൂപം. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരുമോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് NOC സർട്ടിഫിക്കറ്റ്. അത് ചില കോളേജ് ഇമെയിലായിട്ട് അയച്ചു തരും എന്ന് പറയുന്നതാണ്. അപ്പോൾ ചില കോളേജ് അത് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഇഷ്യൂ ചെയ്ത് തരുന്നതാണ് എന്നുള്ളത് പറയുന്നതായിരിക്കും. ചില കോളേജ് NOC സർട്ടിഫിക്കറ്റ് തരില്ല എന്നും പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് NOC സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം. അതായത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഫീസ് എന്നിവയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതിന് കോളേജിന് യാതൊരുവിധ എതിർപ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടുമോ എന്ന് അന്വേഷിക്കുക. ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾക്കൊന്നുകിൽ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് തന്നെ തുടർന്ന് പഠിക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാതെ പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ
നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും പുതുതായിട്ട് ഏതെങ്കിലും കോളേജ് വരികയാണെങ്കിൽ ആ ഒരു സീറ്റിലേക്കും അഡ്മിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ആണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സെപ്റ്റംബർ 20 വൈകുന്നേരം 3 മണിക്കകം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടിയ സീറ്റ് പോകുന്നതായിരിക്കും. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സിമെറ്റ് കോളേജിൽ NRI സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾ ഏത് കോളേജിലാണ് ജോയിൻ, അതായത് ഏത് ഓഫീസിലാണ് ഈ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടത് എന്നുള്ളത് LBS വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോക്കി നിങ്ങൾ ആ ഒരു സെൻറ്ററിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു CPASസിലാണ് കിട്ടിയതെങ്കിൽ ഗാന്ധി നഗറിലുള്ള ഈ ഒരു അതായത് CPASസിൻ്റെ അതായത് കോളേജിൽ പോയിട്ട്, അതായത് CPASസിൻ്റെ ഗാന്ധി നഗറിലുള്ള ഈ ഒരു ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം എന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിച്ച അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് കോഴ്സിലാണ് കിട്ടിയത് എന്നുള്ളതും നിങ്ങൾ പ്രധാനമായിട്ടും അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസും അതിൽ നൽകിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങൾക്ക് ഭാവിയിൽ വല്ല സ്കോളർഷിപ്പോ മറ്റോ അതായത് അതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എന്തെങ്കിലും റീഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പി നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഒന്ന് കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഒന്ന് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ, അതായത് ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ്, അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് ആണ്. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ളവ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നാറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. നാറ്റിവിറ്റി തെളിയിക്കാനായിട്ട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ബർത്ത് പ്ലേസ് കേരളത്തിലുള്ളതാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അതായത് കേരളത്തിലെ പ്ലേസ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിൽ ആ ഒരു SSLC സർട്ടിഫിക്കറ്റ് എന്നിവ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത്, അതായത് ഇന്ത്യൻ ആണ്, അത് കേരളൈറ്റ് ആണെന്നുള്ളത് തെളിയിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കേരളൈറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ചവർ എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറിജിനൽ TC, അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതായത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് 6 മാസ കാലാവധിക്കുള്ളിൽ ഉള്ളതായിരിക്കണം. അത് നിങ്ങളുടെ 6 മാസ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗസ്റ്റഡ് ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പുതിയ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടും. സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്റ്റാളുകളിൽ നിന്നും അതിൻ്റെ ഫോം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസറിൽ ഈ ഒരു ഫോം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു ഫോമാറ്റ് കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. പഴയ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കേരളത്തിലെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, CBSE, ICSE, ISC അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ, അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി, ഇവയിൽ ഏതും, അതായത് ഇവ ഒഴികെയുള്ള ഏതൊരു യോഗ്യതയുള്ള വിദ്യാർത്ഥികളും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന് 100 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അടുത്തത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് ആവശ്യമുള്ളവർ മാത്രം ഹാജരാക്കിയാൽ മതി. +2 പഠിച്ചു കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. അതാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു അസിസ്റ്റൻറ്റ് സർജനിൽ കുറയാതെ ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഫോമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് രേഖപ്പെടുത്തുക. അതായത് നിങ്ങളുടെ ഉയരം, അതുപോലെ തൂക്കം, അതുപോലെ തന്നെ നെഞ്ചളവ്, അതുപോലെ തന്നെ കാഴ്ചശക്തി എന്നിവയാണ് ഈ ഒരു ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ്, വിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ എടുക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സാധാരണഗതിയിൽ മിനിമം 2 ഡോസ് നൽകാറുണ്ട്. അതായത് ഒരേ സമയമല്ല, ഒരു നിശ്ചിത പീരീഡിന് ശേഷമാണ് ഈ ഒരു ആദ്യ വാക്സിനേഷൻ ശേഷം സെക്കൻഡ് ഡോസ് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ചില കോളേജിലും ഈ ഒരു വാക്സിനേഷൻ നൽകാനുള്ള സൗകര്യം കോളേജ് ഒരുക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലിൽ ഈ ഒരു വാക്സിനേഷൻ ലഭ്യമല്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോളേജിൽ കോൺടാക്ട് ചെയ്ത് അതിനുള്ള സൗകര്യം നിങ്ങൾ കോളേജിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളത് അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിച്ച് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വാക്സിനേഷൻ ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു പേപ്പറിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ എഴുതി അതിൽ ഡോക്ടറുടെ പേരും സിഗ്നേച്ചറും ഒക്കെ ഇട്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു
അത് സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അത് റവന്യൂ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അടുത്തത് ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും സിഗ്നേച്ചർ ഇട്ട ശേഷമാണ് ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോമാറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു വീഡിയോയുടെ താഴെ നൽകിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകളാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ CNS സർട്ടിഫിക്കറ്റ്, അതായത് CNS ബോണ്ട് കൊടുക്കേണ്ടതാണ്. അതായത് കമ്പൽസറി നഴ്സിംഗ് സർവീസസിനാണ്. ഈ ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലാണ് നഴ്സിംഗിന് കിട്ടിയതെങ്കിൽ ആ ഒരു ബോണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബോണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫോമാറ്റും ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് ഈ ഒരു 200 രൂപയുടെ മുദ്രപത്രത്തിലാണ് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കേണ്ടത്. അതായത് 200 രൂപയുടെ മുദ്രപത്രത്തിൽ ആ ഒരു ബോണ്ടിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്തിട്ടാണ് അത് ഫില്ല് ചെയ്ത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടത്. അത് ഫില്ല് ചെയ്യാൻ അറിയാത്തവർ കോളേജിൽ ചോദിച്ച ശേഷം മാത്രം അത് പ്രിൻറ്റ് എടുത്താൽ മതി. അതുപോലെ തന്നെ ആ ഒരു ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു ആൻറ്റി റാഗിംഗ് സർട്ടിഫിക്കറ്റ് സാധാരണ ഒരു A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് കൊടുത്താൽ മതി. അത് മുദ്രപത്രത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ NRI കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആരാണ് നിങ്ങളെ സ്പോൺസർ ചെയ്തത് അവരുടെ വിസ, അതുപോലെ പാസ്പോർട്ട് എന്നിവയുടെ അറ്റസ്റ്റഡ് കോപ്പി, എംബസി അറ്റസ്റ്റഡ് കോപ്പി ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളെ സ്പോൺസറും നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടും. ആ ഒരു കാര്യം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്പോൺസറുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ലഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൂടി കൊണ്ടുപോകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ കാലാവധി, അതായത് നിങ്ങളുടെ കോഴ്സ് കാലാവധി കഴിയുന്നതുവരെ നിങ്ങളുടെ ആ ഒരു ചിലവുകളൊക്കെ, അതായത് കോഴ്സ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ഒരു സ്പോൺസർ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു 200 രൂപ മുദ്രപത്രത്തിലുള്ള ഒരു അഫിഡവിറ്റ് കൂടി നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം NRI കോട്ടയിലുള്ള ഈ ഒരു ഡോക്യുമെൻറ്റുകൾ നൽകിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കേണ്ടതാണ്. അതുപോലെ SC/BC വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതായത് OBC വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC/ST വിദ്യാർത്ഥികൾ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കോട്ട, അതായത് NCC കോട്ട, PD കോട്ട, ഇതുപോലുള്ള മറ്റെന്തെങ്കിലും കോട്ട റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ ആ ഒരു റിസർവേഷൻ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്നിവ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കൃത്യമായിട്ട് വിളിച്ച് ചോദിച്ച് നിങ്ങൾ ഈ ഒരു എത്ര രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണോ, NOC കിട്ടുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ ഒരു വീഡിയോയുടെ, അതായത് ആ ഒരു PDF-ൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.